എല്ലാവർക്കും നമസ്കാരം. നമ്മൾ എല്ലാവരും ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഗണപതി ഭഗവാന്റെ മുന്നിൽ എത്തിയാൽ ആദ്യം ചെയ്യുന്നത് കൈകൾ പിണച്ചു വെച്ച് ചെവികളിൽ പിടിച്ച് ഏത്തയിടുക എന്നതാണ്. ഈ ഏത്തയിടലിന് തോപ്പുകരണം എന്നുകൂടി പറയാറുണ്ട്. ഇതിന്റെ ഐതിഹ്യം എന്താണെന്നറിയോ? ഒരിക്കൽ ഭഗവാൻ മഹാവിഷ്ണു പരമശിവനെ കാണാനായി കൈലാസത്തിലെത്തി. ഈ സമയത്ത് അവിടെ കുട്ടിയായ ഗണപതി ഭഗവാൻ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഗണപതിയുടെ ശ്രദ്ധ വിഷ്ണു ഭഗവാന്റെ കയ്യിലുള്ള തിളങ്ങുന്ന സുദർശന ചക്രത്തിൽ പതിച്ചത്. കുട്ടിയല്ലേ, വലിയ കൗതുകം തോന്നി. ഗണപതി ഓടിച്ചെന്ന് ആ സുദർശന ചക്രം തട്ടിപ്പറിച്ച് തന്റെ വായിലിട്ടു. പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും ശക്തിയേറിയ ആയുധമാണ് സുദർശന ചക്രം. മഹാവിഷ്ണു ആകെ വിഷമത്തിലായി. കുട്ടിയായ ഗണപതിയോട് ദേഷ്യപ്പെടാനോ അല്ലെങ്കിൽ ബലമായി അത് വായിൽ നിന്ന് തിരിച്ചെടുക്കാനോ കഴിയില്ലല്ലോ. എന്താണ് ചെയ്യുക? അപ്പോഴാണ് ഭഗവാൻ ഒരു സൂത്രം തോന്നിയത്. എങ്ങനെയെങ്കിലും ഗണപതിയെ ഒന്ന് ചിരിപ്പിച്ചാൽ ചിരിക്കാൻ വായ തുറക്കുമ്പോൾ ആ ചക്രം താഴെ വീഴുമല്ലോ. ഉടനെ മഹാവിഷ്ണു തന്റെ 2 കൈകളും പിണച്ചു വെച്ച് എതിർവശങ്ങളിലെ ചെവികളിൽ പിടിച്ച് ഗണപതിയുടെ മുന്നിൽ ഇരുന്ന് എഴുന്നേൽക്കാൻ തുടങ്ങി. അതായത് ആദ്യമായി ഏത്തയിട്ടു. സാക്ഷാൽ മഹാവിഷ്ണു ഇങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോൾ കുട്ടിയായ ഗണപതിക്ക് ചിരി അടക്കാനായില്ല. ഭഗവാൻ പൊട്ടിച്ചിരിച്ചപ്പോൾ വായിലിരുന്ന ആ സുദർശന ചക്രം താഴെ വീഴുകയും മഹാവിഷ്ണു അത് പെട്ടെന്ന് തിരിച്ചെടുക്കുകയും ചെയ്തു. തന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ ഏത്തയിടുന്നത് ഗണപതി ഭഗവാന് അന്നു മുതൽ വളരെ ഇഷ്ടമുള്ള കാര്യമായി മാറി. അതുകൊണ്ടാണ് അന്നു മുതൽ ഭക്തർ ഗണപതിയെ സന്തോഷിപ്പിക്കാനായി ക്ഷേത്രങ്ങളിൽ ഏത്തയിടാൻ തുടങ്ങിയത്. അപ്പോൾ ഇനി ഗണപതി ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഈ കഥ കൂടി ഓർക്കുമല്ലോ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.